പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് യൂണിഫോം ജോലി ഇഷ്ടപ്പെടുന്ന ഡിപ്ലോമ മെക്കാനിക്കൽ ഓർ ഓട്ടോമൊബൈൽ പഠിച്ചവർക്ക് വരാനിരിക്കുന്ന ഒരു മികച്ച അവസരത്തെ പറ്റി. നമ്മൾ 2026 നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്ന അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അഥവാ AMVA പറ്റി പറയാനാണ് നമ്മൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. നമുക്കറിയാം, AMVA എന്ന വലിയ ലക്ഷ്യം നമുക്ക് നേടിയെടുക്കണമെങ്കിൽ നമുക്ക് ദീർഘകാലത്തെ തയ്യാറെടുപ്പ് ആവശ്യമാണ്. അതിനായി ടെക് പി എസ് സി ഒരു തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്, അതൊരു ലോങ് ടൈം ബാച്ച് ആയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ വീഡിയോയിൽ അതിനകത്ത് ആരൊക്കെയാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്, ആരൊക്കെയാണ് ക്ലാസ്സുകൾ നയിക്കുന്നത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് പറയാനാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവാം. ചീഫ് ഫാക്കൽറ്റി ആൻഡ് കോഴ്സ് മെന്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. ഞാൻ 30ഓളം കോമ്പറ്റീറ്റീവ് എക്സാംസുകൾ ക്ലിയർ ചെയ്തതാണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് സർവീസിലും സെൻട്രൽ ഗവൺമെന്റ് സർവീസിലും ഒരുപാട് എക്സാംസുകൾ ക്ലിയർ ചെയ്തതാണ്. സ്റ്റേറ്റ് ഗവൺമെന്റിൽ കുറച്ചധികം ജോലികൾ കിട്ടിയിട്ടുള്ള ആളാണ്. അപ്പൊ ഞാനിപ്പോ ജോലിയെല്ലാം നിർത്തിയിട്ട് കോഴ്സ് മെന്റർ ആയിട്ട് വർക്ക് ചെയ്യാണ്. കഴിഞ്ഞ 2022 AMVA ബാച്ചിൽ 200-ലധികം ഉദ്യോഗാർത്ഥികളെ ആദ്യ റാങ്കിലേക്ക് എത്തിക്കാൻ എനിക്ക് ആയിട്ടുണ്ട്. ഈ പ്രാവശ്യം അതിലധികം വിദ്യാർത്ഥികളെ ആദ്യ റാങ്കിൽ എത്തിക്കാൻ പറ്റുമെന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. എനിക്ക് 12 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉണ്ട് കോമ്പറ്റീറ്റീവ് മേഖലകളിൽ. 10,000-ലധികം ഉദ്യോഗാർത്ഥികളെ മെന്റർ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ കോഴ്സ് മെന്ററായിട്ടും അതേപോലെ തന്നെ ചീഫ് ഫാക്കൽറ്റി ആയിട്ടും വർക്ക് ചെയ്യാണ്. ഞാൻ കൈകാര്യം ചെയ്യുന്നത് ഓട്ടോമൊബൈലിലെ കുറച്ച് സബ്ജക്ട്സുകളും അതേപോലെ തന്നെ മെക്കാനിക്കലിലെ കുറച്ച് സബ്ജക്ട്സുകളുമാണ് ഞാൻ എടുക്കുന്നത്. അത് കൂടാതെ നിങ്ങളെ ഓവറോൾ ഗൈഡ് ചെയ്യുന്നതും ഞാൻ തന്നെയാണ്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ എൻ്റെ എക്സ്പീരിയൻസ്, ആ ഒരു ട്രാക്ക് റെക്കോർഡ് ഇപ്രാവശ്യവും നിങ്ങൾക്ക് അതിലധികം ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദെൻ മെക്കാനിക്കലിലെ മെജോറിറ്റി ടോപ്പിക്സ് കൈകാര്യം ചെയ്യുന്നത് അരവിന്ദ് സാറാണ്. അരവിന്ദ് സാറ് നമ്മുടെ 2022 ബാച്ചിലെ AMVAയുടെ ബാച്ചിലെ ഫാക്കൽറ്റി ആയിരുന്നു. അപ്പൊ സാറ് മെക്കാനിക്കലിലെ മേഖലകളിലെ എക്സ്പേർട്ട് ആണ്. അപ്പൊ സാറ് കുറച്ചധികം ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ്. കോമ്പറ്റീറ്റീവ് മേഖലകളിൽ വളരെ മികച്ച ഒരു ഫാക്കൽറ്റിയാണ്. അപ്പൊ സാറ് തന്നെ നമ്മുടെ ഓൺലൈൻ ബാച്ചിലും ഓഫ്ലൈൻ ബാച്ചിലും ഒക്കെ സാറ് തന്നെ മെക്കാനിക്കൽ മേഖലകൾ കൂടുതൽ കൈകാര്യം ചെയ്യും. ദെൻ അടുത്തത് രാകേഷ് സാറാണ്. അപ്പൊ രാകേഷ് സാറിനെ പറ്റി പറയുമ്പോൾ രാകേഷ് സാറ് 2022 AMVAയിലെ ടോപ്പറാണ്. അതുകൂടാതെ ഏറ്റവും അവസാനത്തെ ബാച്ചില ക്രാഷ് പ്രോഗ്രാമിലൊക്കെ സാറ് നമ്മുടെ ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ സാറും ഒരുപാട് ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പൊ സാറ് വളരെ മികച്ച ഒരു ഫാക്കൽറ്റി തന്നെയാണ്. സാറിന് 8 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉണ്ട് കോമ്പറ്റീറ്റീവ് മേഖലകളിൽ. ദെൻ അടുത്തത് ഡോക്ടർ വിപിൻ ഗോപൻ സാർ. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ AMVA ബാച്ചിലെ ഫാക്കൽറ്റി തന്നെയാണ്. സാറ് മെക്കാനിക്കൽ മേഖലകളിലെ ഒരു വിദഗ്ധൻ തന്നെയാണ്. അപ്പൊ സാറ് 2022 ബാച്ചിലെ മെക്കാനിക്കൽ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്താണ്. ഇപ്പോഴും സാറ് നമ്മളോടൊപ്പം തന്നെ ഉണ്ടാവും. ദെൻ അടുത്ത ഓട്ടോമൊബൈലിലെ കൂടുതൽ സബ്ജക്ട്സുകൾ ഹാൻഡിൽ ചെയ്യുന്നത് നിയാസ് സാറാണ്. അപ്പൊ നിയാസ് കഴിഞ്ഞ AMVAയിലെ ടോപ്പറാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഏറ്റവും ലാസ്റ്റ് ബാച്ച് ക്രാഷ് ബാച്ചിലെ ഫാക്കൽറ്റി കൂടെയാണ്. അപ്പോഴാ നിയാസ് സാറ് ഓട്ടോമൊബൈലിലെ കുറച്ചധികം സബ്ജക്ട്സുകൾ ഹാൻഡിൽ ചെയ്യും. അതേപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ ആക്ടും അങ്ങനെയുള്ള ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെന്റും ഒക്കെ നിയാസ് സാർ ആയിരിക്കും കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഇത്രയും പേരാണ് നമ്മുടെ ഓൺലൈൻ കോഴ്സുകൾ അതുപോലെ തന്നെ ഓഫ്ലൈൻ കോഴ്സുകളും കൈകാര്യം ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറച്ച് റാങ്ക് ഹോൾഡേഴ്സ്, പ്രീവിയസ് റാങ്ക് ഹോൾഡേഴ്സും എല്ലാവരും ഉണ്ടാവും. പിന്നെ നേരത്തെ ഇതേപോലെ ജോലി കിട്ടിയിട്ടുള്ള കുറെ ആൾക്കാരുടെ ഒക്കെ സപ്പോർട്ട് നമുക്കുണ്ടാവും. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ കുറച്ച് പേരുടെ, അതായത് ആദ്യ റാങ്ക് കിട്ടിയ കുറച്ച് പേരുടെ ഫോട്ടോയും പേരുമാണ് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിലും അധികം ആൾക്കാരുണ്ട്, നമ്മൾ കുറച്ച് പേരുടെ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം 200-ലധികം ഉദ്യോഗാർത്ഥികളാണ് ആദ്യ റാങ്കിൽ എത്തിയത്. അപ്പൊ നമ്മൾ നമ്മുടെ കോഴ്സ് ഡീറ്റെയിൽസിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ ലോങ് ടൈം ബാച്ച് ആണ്. അപ്പൊ നമുക്ക് പരീക്ഷ തീയതി വരെയും നമ്മൾ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യും. പരീക്ഷ ക്രാക്ക് ചെയ്താൽ നമ്മൾ ഇന്റർവ്യൂ ഗൈഡൻസ് വരെ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ കോഴ്സ് മെന്റർ ചെയ്യുന്നത് ഞാനാണ്. അപ്പൊ ഞാൻ എൻ്റെ എല്ലാവിധ സപ്പോർട്ടും ക്ലാസ്സുകളായിട്ടും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഡൗട്ട് ക്ലിയറൻസ് ആയിട്ടും നിങ്ങൾ ഏതെങ്കിലും മേഖലകളില നിങ്ങൾ വീക്ക് ആവുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് തരാനും ഞാൻ തയ്യാറാണ്. നിങ്ങൾക്ക് മെന്റൽ ആയിട്ടുള്ള സപ്പോർട്ടും, നമുക്കറിയാം ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. നമുക്ക് മാനസികമായിട്ടൊക്കെ നമ്മൾ ചിലപ്പം ഡൗൺ ആവും. ആ ഒരു സന്ദർഭങ്ങളിലെല്ലാം നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ഞാൻ പ്രൊവൈഡ് ചെയ്യും. ദെൻ നമ്മുടെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ ഫാക്കൽറ്റിയെ നമുക്ക് നോക്കിയാൽ അറിയാം, കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരായിരിക്കും.
ഇത്രയും മികച്ച അധ്യാപകരെ നിങ്ങൾക്ക് വേറെ ഏത് സെന്ററിലും ഈ കോച്ചിങ് സിമിലർ ആയിട്ടുള്ള കോച്ചിങ് നടത്തുന്ന ഏത് സെന്ററിൽ വേണമെങ്കിലും നോക്കാം. അവിടെ എങ്ങും ഇത്രയും മികച്ച അധ്യാപകർ കാണത്തില്ല, അതേപോലെ തന്നെ ഇത്രയും മികച്ച റിസൾട്ട് കാണത്തില്ല. കേരളത്തിൽ ഒരു സ്ഥാപനത്തിനും അവകാശപ്പെടാൻ പറ്റാത്തത്ര റിസൾട്ടാണ്. 200-ലധികം ഉദ്യോഗാർത്ഥികൾക്കാണ് ആദ്യ റാങ്കിലേക്ക് എത്തിയിട്ടുള്ളത്. അതായത് നമ്മുടെ റാങ്ക് ലിസ്റ്റിന്റെ 1/3 പോർഷൻ. അപ്പൊ അത്രയും റാങ്ക് ഹോൾഡേഴ്സ് ആണ് നമുക്കുള്ളത്. അപ്പൊ അതെല്ലാം നമ്മുടെ അധ്യാപകരുടെയും അതോടൊപ്പം തന്നെ നമ്മളോടൊപ്പം ചേർന്ന് നമ്മളെ വിശ്വസിച്ച് പഠിച്ച കുട്ടികളുടെ എല്ലാ എഫേർട്ടാണ്, നമ്മുടെ മാത്രം ക്രെഡിറ്റ് അല്ല. ഇപ്പോഴാ കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന ഫുൾ സിലബസ് ബേസ്ഡ് റെക്കോർഡഡ് പ്ലസ് ലൈവ് ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. ഫുൾ നോട്ട്സ് അവൈലബിൾ ആയിരിക്കും. അപ്പൊ നമ്മൾ പഠിപ്പിക്കുന്ന നോട്ട്സ് മാത്രം നിങ്ങൾ നോക്കുക. അതേപോലെ ടോപ്പിക് വൈസ് പരീക്ഷകൾ, ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകളെല്ലാം ഉണ്ട്. ആ പരീക്ഷകൾ മാത്രം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് പഠിക്കുക. ദെൻ ഡൗട്ട് ക്ലിയറൻസും മെന്റർഷിപ്പും ഉണ്ട്. പരീക്ഷ തീയതി വരെ കോച്ചിങ് അവൈലബിൾ ആണ്. പരീക്ഷ ക്രാക്ക് ചെയ്ത ഇന്റർവ്യൂ ഗൈഡൻസ് വരെ ഉണ്ട്. ഇനി എന്താ വേണം നിങ്ങൾക്ക് പഠിക്കാൻ? നിങ്ങൾക്ക് ആദ്യ റാങ്കിൽ എത്താൻ വേണ്ട എല്ലാ സഹായങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണ്. നിങ്ങൾ എടുക്കേണ്ട എഫോർട്ട് എല്ലാം നമ്മൾ എടുക്കുകയാണ്. നിങ്ങളുടെ ആകെയുള്ള ഡ്യൂട്ടി പഠിക്കുക എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യ റാങ്കിൽ എത്താൻ പറ്റുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ നമ്മളോടൊപ്പം ചേർന്ന് എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. ഇതൊരു വലിയ ലക്ഷ്യമാണ്. അപ്പൊ വലിയ ലക്ഷ്യത്തിന് ദീർഘകാലത്തെ തയ്യാറെടുപ്പ് വേണം. ആ തയ്യാറെടുപ്പ് എത്രയും പെട്ടെന്ന് തന്നെ ആകുക. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ തയ്യാറെടുക്കുക. അപ്പോഴാ ഞാൻ പറഞ്ഞത് മറക്കരുത്. നോട്ടിഫിക്കേഷൻ നമുക്ക് 2026 പ്രതീക്ഷിക്കാം. നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വളരെ കുറച്ച് സമയം ഉണ്ടാവുള്ളൂ. നമുക്കറിയാം ഭയങ്കര കോമ്പറ്റീഷൻ ആണ് ഇപ്പൊ. ഒന്നാമത് ഇതൊരു യൂണിഫോം പോസ്റ്റ് ആണ്. ആൾക്കാരുടെ ഒക്കെ ഡ്രീം ജോബാണ്, സ്വപ്ന ജോലിയാണ്. അപ്പൊ അതിന് കോമ്പറ്റീഷൻ കൂടും അല്ലെ? അപ്പൊ കോമ്പറ്റീഷൻ കൂടി നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് ഒക്കെ തന്നെ വരുമ്പോൾ അറിയാം കോമ്പറ്റീഷൻ കൂടി വരുവാണ്. മെക്കാനിക്കലിലേക്ക് ഓരോ പരീക്ഷകൾ നോക്കുമ്പോഴും അതിന്റെ കട്ട് ഓഫുകൾ കൂടി വരുക. ഈ പ്രാവശ്യം വരുമ്പോൾ അതിലും കട്ട് ഓഫ് കൂടും. അപ്പൊ നമ്മൾ കൃത്യമായി വ്യക്തമായി തയ്യാറെടുക്കണം, വ്യക്തമായ ദിശയിൽ തയ്യാറെടുക്കണം. അതിന് നമുക്ക് റൈറ്റ് ഗൈഡൻസും മെന്റർഷിപ്പും വേണം. അപ്പൊ കേരളത്തിൽ ഏത് സ്ഥാപനത്തിൽ നിങ്ങൾ നോക്കിയാലും ഇത്രയും എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റികളെയും നിങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പൊ നമ്മളോടൊപ്പം ചേർന്ന് നിങ്ങൾ തയ്യാറെടുക്കുക. നിങ്ങൾക്ക് ആദ്യ റാങ്കിൽ എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.